എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുരാജ് എന്നാണ്. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു റണ്ണിങ്ങിനെക്കുറിച്ച്. അപ്പോൾ അതിനുശേഷം ഒരു നെക്സ്റ്റ് വീഡിയോ എന്തിടണം എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാലൊരു വീഡിയോ നമുക്ക് ഇട്ടേക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ചും എന്തുകൊണ്ട് നമ്മൾ വായിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ചെറിയൊരു സംഭവമാണ് ഞാൻ ഇടാൻ പോകുന്നത്, ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര വായനക്കാരനൊന്നുമല്ല. എന്താ പറയുക, വല്ലപ്പോഴൊക്കെ വായിക്കുമായിരുന്നു, വല്ലപ്പോഴുമൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ വായിക്കാറുള്ളൂ. അപ്പം ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് മെയിൻലി നോൺ ഫിക്ഷനാണ്. അതായത് നമ്മൾ ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ സംഭവങ്ങൾ. അതും അങ്ങനെ ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് നിന്ന് വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നൊരു പുസ്തകം, നെപ്പോളിയൻ ഹില്ലിൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. പിന്നെ 5 AM ക്ലബ് എന്ന് പറയുന്ന പുസ്തകം, റോബിൻ ശർമ്മയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്. പിന്നെ അറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയർ ആണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഈ നമ്മളെ എങ്ങനെ എന്താ പറയുക, കോൺഫിഡൻ്റ് ആയ മനുഷ്യനാക്കാം, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ വലിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചത്. പക്ഷേ അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പുസ്തകം വായന എന്ന് പറയുന്നത് വളരെ വിരസതയുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഇക്കിഗായ് എന്നൊരു പുസ്തകം വായിച്ചു. അപ്പോൾ ഇതിലെല്ലാം ഈ സെൽഫ് ഹെൽപ്പ് ബുക്കിലെല്ലാം പറയുന്നത് കുറേ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണം, നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ നോൺ ഫിക്ഷൻ വായിച്ച് അങ്ങനെയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ ഫിക്ഷൻ വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഫിക്ഷനിലോട്ട് കാരണം അതും വലിയ വായനയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം വായിച്ചൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബെന്യാമിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, ആടുജീവിതം വായിച്ചു. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഫിക്ഷൻ എന്ന് പറയുന്നത് വായിക്കുമ്പം രസമുണ്ട്, പെട്ടെന്ന് പേജുകൾ മറയുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു പുസ്തകം വായിച്ച് തീരുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഫിക്ഷൻ അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ വായിച്ച് നമുക്ക് അറിവ് കിട്ടുമല്ലോ, നമുക്ക് കുറേ കോൺഫിഡൻസും അതും ഇതും അല്ലേ, ഇങ്ങനെയുള്ള. പിന്നെ ഡെയിൽ കാർണിഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ, അതൊക്കെ ഞാൻ വായിച്ചു. പക്ഷെ അതിലെല്ലാം പറയുന്ന ഒരേ കാര്യങ്ങളാണ്, അതും വലിയൊരു പുതുമയൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ഈ പറയുന്ന പോലെ ഒരു അനുഭൂതി എന്ന പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് മുന്നെയാണ് ഈ ജീവിതം വായിക്കുന്നത്, ബെന്യാമിൻ്റെ ജീവിതം വായിച്ചു. അതിനുശേഷം പിന്നെ നമ്മുടെ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ എന്ന പുസ്തകം വായിച്ചു. അപ്പോൾ എനിക്ക് ഓക്കെ ഈ നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, പക്ഷെ ഞാൻ വെച്ചാൽ അതിനൊരു കാര്യമില്ല, ലൈഫിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും, എന്തിനു വായിക്കണം എന്നുള്ളത് ഞാനത് വിട്ടു. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് റീസെൻ്റ്ലി PK വിഷ്ണുവിൻ്റെ ഒരു പുസ്തകം ടു ജാനമൺ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു. അതൊക്കെ വളരെ ലൈറ്റ് റീഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്, അത് വായിച്ചു. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി 12-ന് ശേഷം എന്ന് പറയുന്ന അഖിൽ പി ധർമ്മൻ്റെ വേറൊരു നോവൽ ഈ അടുത്തിറങ്ങിയില്ല, അതും വായിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക, നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുന്നു, എന്തൊക്കെയോ സംഭവം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തൊക്കെയോ നോൺ ഫിക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉള്ളിൽ സംഭവിക്കുന്നില്ല, പക്ഷേ കുറച്ച് അറിവ് കിട്ടുന്നില്ല. പക്ഷേ ഫിക്ഷൻ വായിക്കുമ്പോൾ, കഥ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു സുഖവും, എന്തൊക്കെയോ ഒരു അനുഭൂതിയും, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവൊക്കെ മാറുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ബെന്യാമിനും അല്ലെങ്കിൽ അഖിൽ പി ധർമ്മൻ, PK വിഷ്ണു, അങ്ങനെയുള്ള അവരൊക്കെ എഴുതിയ ലൈറ്റ് റീഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നാണ് പിന്നെ ഞാനൊരു കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു പുസ്തകം വായിക്കുന്നു. നമ്മുടെ ഇരുട്ടിലൊരു പുണ്യാളം എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിക്കുകയാണ്. അത് PF മാത്യൂസിൻ്റെ ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്കതൊരു വല്ലാത്തൊരു അനുഭവമായിപ്പോയി ഞാൻ വായിച്ചപ്പോൾ. കാരണം അതിൽ കുറേ കാര്യങ്ങൾ, പാണ്ഡ്യാലക്കൽ, അച്ചമ്പി, അൽവാരിസ്, പിന്നെ സേവിയർ, അന്നക്കുട്ടിത്താത്തി, പിന്നെ കാർമലി എന്നൊക്കെ കുറേ കഥാപാത്രങ്ങൾ, സാത്താൻ സേവ, അങ്ങനെയൊക്കെ
ഈ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ പറയുന്നൊരു കഥയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഭയം തോന്നി. പക്ഷെ അവസാനമാകുമ്പോഴേക്കും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അതിന് സാത്താൻസിനെക്കുറിച്ച് പറയുന്നു. ഇവരുടെ സാത്താൻ കൂടി ഒരു കുഞ്ഞ് ജനിക്കുന്നു, മരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ശവം മറ്റേ എന്താ പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതെല്ലാം പക്ഷേ അവസാനം നമുക്കൊരു ലോജിക്കലി കണക്റ്റ് ആവും. പക്ഷെ അത് വായിച്ചപ്പോൾ എനിക്കൊരു ഒരു 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 എന്തോ നമുക്ക് ഫിക്ഷൻ വായിക്കുമ്പോൾ എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതെന്നൊരു തോന്നൽ വരികയും അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത് ഇനി കുറേ ഫിക്ഷൻ വായിക്കണം എന്നൊരു തീരുമാനത്തിൽ എത്തുകയും അങ്ങനെ ഞാനിപ്പോൾ രണ്ടാമതിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. ഞാൻ കടയിൽ പോയ സമയത്ത് എനിക്ക് എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്ത പുസ്തകം ഡാൻ ബ്രൗണിൻ്റെ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകം. ഈ പറഞ്ഞാൽ ഇതിലും എന്തോ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണമൊക്കെയാണ്. ഞാൻ ആദ്യം വായിച്ചില്ലൊരു 19 പേജ് വായിച്ചോളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇടാം രാത്രി. പക്ഷേ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒറ്റയ്ക്കാണ്, രാത്രിയാണ്, ഇപ്പോൾ വീട്ടിലാരുമില്ല. സോ അതുകൊണ്ടൊരു ഒരു മിസ്റ്ററിയാണ്, അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് മിസ്റ്റീരിയസാണ്. അപ്പം നമുക്ക് വായിക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ഞാൻ ആദ്യം റണ്ണിങ്ങിനെ പറ്റി, റണ്ണിങ് നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരുന്ന സാധനമാണ്. അതുപോലെ തന്നെ നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് റീഡിങ് എന്ന് പറയുന്നത്. സോ എസ്പെഷ്യലി ഞാൻ പറയുന്നു ഫിക്ഷൻ, നിങ്ങൾ സാഹിത്യം വായിക്കണം. സാഹിത്യം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. കാരണം നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യും, നമുക്ക് അനുഭവം, നമ്മൾ ഒരു വല്ലാത്തൊരു ഫീലിങ്ങിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. അത് നമ്മുടെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാക്കും. നിങ്ങൾ ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് പ്രൊഫഷണലി പേഴ്സണലി നിങ്ങൾക്ക് നല്ല അടിപൊളിയാണ്. സോ നിങ്ങളൊരു സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കും. അതിനകത്ത് പറയുക പോയിൻറ്റ്സ് ആയിട്ട് പറയും. നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യണം, നിങ്ങൾ യോഗ ചെയ്യണം, നിങ്ങൾ രാവിലെ ഓടാൻ പോകണം. ഇങ്ങനെയുള്ള കുറേ 5 കാര്യങ്ങൾ പറഞ്ഞ് ബുക്ക് അവസാനിപ്പിക്കും. നമുക്കത് വായിക്കുമ്പം പ്രത്യേകിച്ച് ഓക്കെ ചെയ്യാം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളൊരു പുസ്തകം വായിക്കുമ്പം ഇങ്ങനെയായിരിക്കും. രാമു എന്ന് പറയുന്നൊരു കുട്ടിയുണ്ടായിരുന്നു, വളരെ അലസനായിരുന്നു. അവൻ വളരെ അഭിമാനിതനായിട്ടാണ് ജീവിച്ചിരുന്നത്. അവൻ പഠിക്കുന്ന കാലത്താണ് അപമാനിതനായിരുന്നു. പഠിക്കാൻ പറ്റുന്നില്ലെന്ന്. അത് കഴിഞ്ഞിട്ട് അവൻ ജോലിയിലേക്ക് പ്രവേശിച്ചപ്പോഴും അവിടെയും അവൻ തോൽവിയായിരുന്നു. അപ്പോഴാണ് അവൻ ഒരു പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകത്തിലൂടെ അവനൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നു. പിന്നെ അങ്ങനെ അവൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞുണ്ടായ തോൽവികളൊക്കെ പറഞ്ഞ് അവൻ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ ജീവിതത്തിൽ വിജയം നേടും. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു കഥയിലെ രാമുവിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാമുവിൻ്റെ ഒരു ലൈഫ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ ഒരു ജീവിതം ജീവിക്കുള്ളൂ. പക്ഷേ പുസ്തകം വായിക്കുന്ന ഒരാളാണെങ്കിൽ പല ജീവിതം ജീവിക്കും. അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ സോ അതാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് റീഡിങ് എന്ന് പറയുന്നത്. സോ പുസ്തകം വായിക്കാത്ത ഒരാളെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ലൈക്ക് എ ഡെഡ് മാൻ. ദാറ്റ്സ് ഓൾ. സോ താങ്ക് യു, ബൈ.